മോർണിംഗ് പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ഷോ. ആശയാണ് കൂടെയുള്ളത്. എന്താ പറയുക, കുറച്ച് കാവ്യാത്മകമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സന്ധ്യ കൂടി വിടവാങ്ങി എന്ന് പറയാം. ഇരുട്ടിങ്ങനെ പതിയെ വന്ന് നമ്മളൊക്കെ ഇങ്ങനെ മൂടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് രാത്രിയാണ്. രാത്രിയെ പറ്റി പറയുമ്പോൾ നമുക്ക് പലർക്കും പകലിനേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ളത് രാത്രിയാണ്. രാത്രി പലതിനെയും സിമ്പിൾ ആയിട്ട് കാണുന്നവരുണ്ട്. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് പ്രണയം തന്നെയാണ്. പിന്നെ പണ്ടത്തെ പോലെയല്ല, പകലെ പോലെ തന്നെ സജീവമാണ് നമ്മുടെ രാത്രി. ആഘോഷങ്ങൾക്കായിട്ട് രാത്രി തിരഞ്ഞെടുക്കുന്നവർ ഒരു വശത്ത്, ജീവിക്കാനായി രാത്രി തിരഞ്ഞെടുക്കുന്നവർ മറുവശത്ത്. ടൂ ഷീറ്റ്സ് ഓഫ് ലവ്. സോ അപ്പം നമുക്കൊരു പാട്ട് ഇട്ടിട്ട് വേഗം തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഷെയർ ചെയ്യാൻ പറ്റും രാത്രിയെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ. നിങ്ങൾക്ക് പരിചയമുള്ള വർഷങ്ങളായിട്ട് രാത്രിയിൽ മാത്രം ജോലി ചെയ്യുന്ന ആളുകളെ പറ്റി വിളിക്കേണ്ട നമ്പർ 0484416110. സംഗതി ഹോട്ടാണ്. ഇതൊക്കെ കേട്ട് ആരെങ്കിലും ഒക്കെ വിളിക്കുമോ? എനിക്ക് തോന്നി ഇവരാളെ വെച്ച് ഇങ്ങോട്ട് വിളിപ്പിക്കുന്നതാണ്. ഇതിൽ നമ്മളെ പറ്റിലുണ്ടാവാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. പിന്നെ എന്നെ പോലുള്ളവരെ പറ്റിയൊന്നും ആരൊന്നും പറയില്ലെന്ന് മാത്രം. ഞാൻ 1-2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, പക്ഷെ എടുത്തിട്ടൊന്നും. പൈസയ്ക്ക് പക്ഷേ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. പകലത്തെക്കാൾ ഇരട്ടി രാത്രി ഓടി ഉണ്ടാക്കി സുഖിച്ച് ജീവിക്കുന്ന ഒരാളുടെ വീണ്ടെടുത്തില്ലെന്ന് ഞാൻ വേണേ വിളിച്ചു പറയാം. അതൊക്കെ ശരിയാ, പക്ഷെ വരെ പോലെ തന്നെ ചെലവാ. അറിയാലോ, കുടുംബത്തെ നോക്കാനുള്ള ചക്രശ്വാസം വലിയില്ല. തന്നെത്താൻ എടുത്ത വെച്ച ഉത്തരവാദിത്തല്ലേ, അപ്പം കുറച്ച് വലിച്ചേ പറ്റും. അതുപോലെ ഈ റേഡിയോയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ രാത്രിയെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായം എന്താ? രാത്രിയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം, എനിക്ക് പകലും രാത്രിയൊക്കെ ഒരേപോലെ അല്ലേ. പിന്നെ ചിലപ്പോൾ രാത്രിക്ക് ഇത്ര നീളക്കൂടുതൽ തോന്നുന്നു മാത്രം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. അപ്പോൾ പറയൂ ചേട്ടാ, രാത്രിയെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താണ്? മനുഷ്യന്മാരൊക്കെ ഫുൾ ടൈം ഓട്ടത്തിലല്ലേ. പിന്നെ അന്തി വാങ്ങി കഴിഞ്ഞാൽ ആ ഓട്ടത്തിന് സ്പീഡ് കൂടുന്നു മാത്രം. ചിലർ ബാറിലേക്ക് ഓടും, ചിലർ വീട്ടിലേക്ക്, മറ്റു ചിലർ പിന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ച് എല്ലാം ഒരേപോലെ തന്നെ. എന്തായാലും ആളുകളുടെ ഓട്ടത്തെ പറ്റി പറഞ്ഞ കറക്റ്റ് ആട്ടോ. എല്ലാവരും ഓട്ടത്തില്ല. എന്തിനാന്ന് ചോദിച്ചാൽ ആർക്കും കൃത്യമായിട്ട് അറിയില്ല. എന്തിനോ വേണ്ടി ലോകം ഓടിക്കൊണ്ടേയിരിക്കും. അതിനൊക്കെ ഇടയിൽ എന്ത് രാത്രി എന്ത് പകൽ. നമ്മളും ഓട്ടത്തിലാണല്ലോ. ലാസ്റ്റ് വിളിച്ച കോളർ പറഞ്ഞ കാര്യം ശരിയാണ്. എനിക്ക് പലപ്പോഴും തോന്നിച്ചു. കാരണം ഒരു സന്ധ്യ കഴിഞ്ഞ റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ഓട്ടം കാണാം. നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടല്ലേ, കൂടാനുള്ള കിളികളുടെ ഓട്ടം എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്കൊരു പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇന്നത്തെ രാത്രിയിൽ ഓടാനിറങ്ങിയ എല്ലാവർക്കും വേണ്ടി ദേ വരുന്നൊരു പാട്ട്. ഇപ്പൊ നമ്മൾ ഫോൺ എടുത്താ ശരിയാവില്ല. നമ്മൾ ഫോൺ എടുക്കാതെ ആകുമ്പോ അവള് ടെൻഷൻ അടിക്കട്ടെ. അതല്ല എന്റെ ഒരു ഇത്. എന്തിന് കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നോക്കും. ഇതെല്ലാം അവസാനിപ്പിക്കണതല്ലായിരുന്നോ? ക്യാഷ് തരാന്ന് പറഞ്ഞ ദിവസം പണം തരാതെ അവധി പറഞ്ഞാരാ? അവളല്ലേ? നമ്മളല്ലല്ലോ. നിന്റെ പറച്ചിലേട്ടാ തോന്നും അവള് നമ്മളെ കടം വാങ്ങിച്ചിട്ട് ചോദിക്കണം. എടാ പറയുന്നത് എന്തെങ്കിലും ഒരു അളിയാ, നീ കിടന്ന് തിളക്കിന്റെ കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. അത് വിട്ടുപിടി. നീ ടെൻഷൻ അടിക്കാതിരിക്കും. ഞങ്ങൾക്കറിയാം നിന്റെ പ്രശ്നങ്ങളൊക്കെ. മനസ്സിലായാ? നിങ്ങൾ ഈ തർക്കം നിർത്തുവോ? ആ കാശ് അത് വാങ്ങിച്ചെടുക്കാൻ നോക്ക്. എങ്ങനെ കൊച്ചിന്റെ മനസ്സ് മാറിയടാ. അളിയാ, തൊട്ടാ പൊട്ടുന്ന ബോംബാണ് ഇതിനകത്ത് ഇരിക്കുന്നത് കേട്ടാ. നീ അത് വിട്. പറഞ്ഞ കാര്യം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. രാകേഷ് ഭായിയോട് പ്രത്യേകം പറയണം, പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞ മറ്റേ പെൺകുട്ടിയുടെ കാര്യം എന്തായി? ഞാൻ ഒരാൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ലക്ഷണമൊക്കെ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് പറ്റിയ ആളാണെന്ന് തോന്നുന്നു. ദെൻ ഫിക്സ് ഇറ്റ് മാൻ. ഒരാഴ്ചക്കുള്ള ആളെ നമുക്ക് പറപ്പിക്കാം. സ്ട്രൈറ്റ് മുംബൈ. മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പറക്കണം എന്ന് പറഞ്ഞാലേ എന്നെ വിളിക്കാൻ കരുത്. ബാറ്റം കൈമാറി കഴിഞ്ഞാൽ സബ് കുച്ച് കഥം. അതുപോട്ടെ, രാജേഷ് ഭായി ഒരു കാര്യം കൂടി ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പുറത്തൊരു കാർ കിടപ്പുണ്ടാവും. അതൊരു സ്ഥലത്ത് സേഫായിട്ട് എത്തിക്കണം. എവിടെ എങ്ങനെ എല്ലാ ഡീറ്റെയിൽസും രാവിലെ മൊബൈലിൽ വരും. ഭായിമാർക്ക് ഇപ്പോൾ ഹവാലേക്ക് വിട്ടു കോർണർ ഓടായോ? അന്ന് വിടുന്ന കാറിന് വില കുറവാണെന്നേ ഉള്ളൂ. വിലയുള്ള എന്തെങ്കിലും അതിനകത്ത് കാണും. അത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഓക്കെ. ഞാൻ ഇറങ്ങുവാണേ. ഞാൻ ഇറങ്ങുക. ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ പോണം. പിന്നെ ഇപ്പൊ തന്നെ വൈകി.
എന്താണ് അഷ്കെ ചോദിക്കാണ്ട് ഒറ്റത്തരം വരുത്താ? ഒരു കാര്യം പറഞ്ഞാൽ വേണ്ട, എൻ്റെ ഉത്തരവാദിത്തം എന്നെ വിളിച്ചൂടെ? എത്ര വേണം വിളിച്ചു? ഫോൺ എടുത്താൽ എന്താ? നീ ഭയങ്കര ബിൽഡപ്പ് ആണല്ലോ ഇവിടെ. പിന്നെന്താ നീ വിചാരിച്ച് 2 കിലോ അരിയും 1 കിലോ പഞ്ചസാരയും പുകയിലെല്ലാം മണിക്കാനോ നീ? ട്രിഗർ വലിക്കുന്ന തോക്കാണ് സാധനം. വളരെ സീക്രട്ട് കാര്യം നടക്കണം. നമ്മൾ തമ്മിലുള്ള കുറച്ച് സൗഹൃദത്തിന്റെ പേരിൽ നിങ്ങളൊരു കാര്യം ചോദിച്ചു, ഞാൻ തരുന്നു. അത്രേ. പണിയുടെ കാര്യം നീ അധികം പറയണ്ട. എനിക്ക് 10-15 വയസ്സ് വളരെ കഞ്ചാവ് പൊടി വെച്ച് കൊടുക്കില്ല. എൻ്റെ പണി അതാര് പറഞ്ഞു? അതാരും പറഞ്ഞില്ല. വാ നടക്ക്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ അടുത്ത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ മര്യാദയ്ക്ക് സാധനം എടുത്ത്. അതല്ല ഞാൻ എടുത്തരാം. പിന്നെ ഇത് നീ പുറത്ത് പോയി ആരോട് പറയാൻ കേട്ടോ. പൊട്ടിച്ചോ? എത്ര തവണ പൊട്ടിച്ചോ? ഇത് പൊട്ടുവോ? ആഹാ, ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറഞ്ഞു. മുമ്പ് അളിയൻ്റെ കൂടെ കണ്ട പെണ്ണിനെ കൊന്നിട്ട് കാറിലിട്ടിട്ട് എവിടെയും പുറത്തുകൊണ്ട് കളയാനല്ലേ അല്ലേ? ഒരാളെ കൊല്ലാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ എത്തുമോ? എടാ, ഇതൊരു ധൈര്യത്തിന് അത്രേ ഉള്ളൂ. എവിടെന്നെങ്കിലും കുറച്ച് കാശ് ഒപ്പിക്കണം. ഇന്നത്തോടെല്ലാം തീരണം മാറും. ഞാൻ അളിയെ കാണുന്ന കാലം വരെ ഓട്ടത്തിലാണ്, നിർത്താതിലോട്ടം. രാവിലെ പൈസ വയ്ക്കുമ്പോൾ എനിക്ക് തരുന്നുണ്ടായി. എൻ്റെ അവസ്ഥ എനിക്കറിയില്ലേ, വല്ലാത്ത പോക്കാം. അതൊന്നും കുഴപ്പമില്ല. എന്നാ നീ വണ്ടി നാൽപ്പത് കാർ എവിടെയാ? കാർ പുറത്തുണ്ട്. ആ ശരി. അല്ല, നീ രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞു. ഇപ്പം തന്നെ പറയണം. എന്നാ പറ. അതായത് ഇപ്പം ആവശ്യമില്ലാത്ത കുറേ ഒരുപാട് തരികളുടെ കൈമയുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കൊല്ലത്തിലേക്ക് കുറേ പൈസ കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. നടക്കും. നീ ദയവ് ഈ കാശിന്റെ കാര്യം പറയല്ലേ പ്ലീസ്. ഈ കാശ് ഉണ്ടാക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഞാൻ ചെയ്തെല്ലാം പൊട്ടി പൊളിഞ്ഞിട്ടേ ഉള്ളൂ. ഞാനൊരാളെ കണക്ട് ചെയ്ത് തരാം. ശാപക്കട ഐറ്റംസ്, സകലമായ സാധനങ്ങളുണ്ട്. നീ രക്ഷപ്പെടും. ഞാൻ ആദ്യം ഒന്ന് തീർത്തിട്ട് വരട്ടെ. എന്നിട്ട് മതി ബാക്കി. അല്ല, ഞാൻ പോയി ഒരു കാര്യം പറഞ്ഞേ കേൾക്കൂല. എന്താ എടുക്കുന്നില്ലേ? നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞിരുന്നത്? പക്ഷേ ഇതിപ്പോ ഫോണിൽ അവളുടെ കോളുകൾ മാത്രമേ കാണാനുള്ളൂ. ജോമോൻ പറയുന്നതെല്ലാം ഞാൻ ഇനി വിശ്വസിക്കണം. ഇതിപ്പോ അവളൊരു കസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇറക്കാനായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളെ വിളിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ മാത്രമേ അവൾക്ക് വിളിക്കാനുള്ളൂ. നടക്കാത്ത കാര്യമാണെങ്കിൽ തുറന്ന് പറഞ്ഞേക്കണം. പിന്നെ അതും പറഞ്ഞ് വിളിക്കില്ലല്ലോ. ഞാൻ പറയാത്തോണ്ടാണെന്നാണോ? പറഞ്ഞിട്ട് കേൾക്കണ്ടേ? ശരി, ഞാൻ വിശ്വസിച്ചു. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്നുള്ള കാര്യം മാർക്കണ്ട. ഇപ്പൊ ജോമന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പപ്പ വിചാരിച്ചുകൊണ്ട് മാത്രം. സ്വന്തമായിട്ട് തുടങ്ങിയ ബിസിനസിന്റെ കാര്യമൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? അതും പോരാഞ്ഞ് കുറെ കാശ് ആശിക്കിന്റെ കൂടെ നടന്നുകൊണ്ടും കളഞ്ഞു. നീ അതൊക്കെ വിട്ടേ. വെറുതെ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞോണ്ട്. എനിക്ക് ടെൻഷനുണ്ട്, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ആരുടെ അടുത്തേക്കാ? ജോമോൻ, ആഷിഖ്? എന്താ അവന്മാരെങ്കിലും നിന്നെ വിളിച്ചാന്നോ? എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല, ചോദിച്ചേ ഉള്ളൂ. അവന്മാരല്ലേ ഇപ്പോൾ നിന്റെ ലേറ്റസ്റ്റ് അരകൾ. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. അവന്മാർ രണ്ടിനെ തെറ്റിച്ച് നീയല്ലേ? എന്തിന്? അവന്മാർ ഒരുമിച്ച് എന്തോ ബിസിനസ് ചെയ്തു. അതെന്തോ ഇടയ്ക്ക് വെച്ച് ഉടക്കി പിരിഞ്ഞു. അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വിട്. നീ വന്നതിന് ശേഷം അവന്മാരുടെ പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങിയെന്ന് എനിക്കറിയാം. ഓ, അല്ലെങ്കിൽ നിനക്കെന്നെ വിശ്വാസമില്ലല്ലോ. ഇതിപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവന്മാർക്കറിയാം. എങ്ങനെ അറിയാം? നിന്റെ ഫ്രണ്ട്സ് അല്ലേ രണ്ടുപേരും? അറിയുവാണെങ്കിൽ തന്നെ നീ വഴിയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തോടെ ഞാനെല്ലാം അവസാനിപ്പിക്കാൻ പോവാം. അവർ രണ്ടുപേരോടും കുറച്ച് പൈസയും കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവസാനിപ്പിച്ചിട്ട് ഇതുവരെ എല്ലാം പറഞ്ഞിട്ടില്ലേ? ഇനിയുള്ളതും അങ്ങനെ തന്നെ. ബൈ. എന്താടാ മൊത്തത്തിൽ നീ ടെൻഷൻ ആണല്ലോ? ഒന്നുമില്ലടാ, ഓരോന്നിങ്ങനെ ആലോചിക്കുമ്പോൾ. എന്തുവാടാ ഇപ്പോൾ പ്രശ്നം? എൽസയാണോ? നീ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അതൊരു സീരിയസ് കൺസേൺ ആണ് എല്ലാ അർത്ഥത്തിലും. അവൾക്ക് ജോലിയുണ്ടോ? ജോലിയില്ല. എന്നാൽ കൈ നിറച്ച് കാശ്. പിന്നെ പുറത്ത് പിള്ളേരുടെ കൂടെ കറങ്ങാൻ പോലും. ഞാൻ ഒരുപാട് വട്ടം ഫോൺ ചെയ്തതാളിയാ. നോ രക്ഷ. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് എല്ലാം അവസാനിപ്പിക്കാന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതല്ലേ? നല്ലതാ, പക്ഷെ അവളുടെ വാക്കാ വിശ്വസിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ ഞാൻ നന്നാവാൻ പോവാണെന്ന് പ്രഖ്യാപിച്ചിട്ടാവില്ല നന്നായ ചരിത്രം. അതില്ല. കഥയും കഥാപാത്രങ്ങളൊക്കെ റെഡി ആയിരിക്കും. ആരോ വരച്ചിട്ട വഴികളിലൂടെ നടന്നും ഓടിയൊക്കെ അവരവരുടെ ഈ രാത്രിയിലെ വേഷങ്ങൾ ആദ്യം തീർക്കും. ഒരുപക്ഷെ എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ പരിചയം പോലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരുപാട് മനുഷ്യന്മാർ. അതാണ് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് കോളർ സച്ചിൻ പറഞ്ഞത്. ഓരോ പകലിനും ഒരുപാട് കഥകൾ പറയാനുണ്ടെന്നുള്ള പോലെ തന്നെ ഓരോ രാത്രിക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. അപ്പോൾ ഈ രാത്രിക്കും പറയാനുണ്ടാവും ഒരുപാട് കഥകൾ. Call me crazy for the way I want you, baby.
We could sip a wine tonight, just breathe for a little while. Don't you hurry, better late than just be sorry. Pick up all the lines you chose to tell me when I was naive. മടങ്ങാറാൻ വിളി എല്ലായിടത്തും വെറുതെ എടുക്കുന്ന സമയം ഞാൻ പറയാം. നടക്കുമായിരിക്കുമല്ലേ? പിന്നല്ലാണ്ട് കാശൊക്കെ ഉണ്ടോ? എന്നെ കാണണമെന്ന് പറയാൻ പറ്റും. അതൊക്കെ ഉണ്ട്. നീ വാ. എടുക്കണത് ഇനി ഫോണിൽ കൂടെ സംസാരം വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, ഫോൺ വഴിക്ക് അവളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇറക്കും. ഞാൻ നേരിട്ട് പോയി സംസാരിക്കാം, എന്നിട്ട് കാശ് മേടിച്ചിട്ട് വരാം. അത് വേണോ? ഇനി അതേ നടക്കുള്ളൂ. എന്നാ പിന്നെ സമയങ്ങളാണ് വന്ന് വണ്ടി കയറി. എന്നാ വാ. എന്താ പ്ലാൻ? അത് കുക്ക് ചെയ്താ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞ പൈസ മുഴുവൻ ഞാൻ തന്നു. പപ്പ അറിയാതെ ഈ പൈസയൊക്കെ ഞാൻ എടുക്കുന്നത്. ഈ പേരും പറഞ്ഞ് ഇനി ഉപദ്രവിക്കരുത്. എനിക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കാൻ വയ്യ. അഞ്ജലി, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അവന്മാരോട് പറയാനല്ലേ പറ്റുള്ളൂ. ഇപ്പൊ അവന്മാർ പറയുന്നത് അവർക്ക് വേറെ വഴിയില്ലാത്തോ. ഇതാണോ വഴി? അവനെ വിശ്വസിച്ചു പോയതിൽ ഒറ്റ തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അഞ്ജലി, ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, നമുക്ക് അവസാനിപ്പിക്കാം. സത്യം പറഞ്ഞാൽ ഈ വിജയ് എന്തിനാണ് ഈ പരിപാടിയൊക്കെ കേൾക്കുന്നത്? പറയണ്ട പ്ലീസ്. എടോ, ഞാൻ പറയുന്നത് കേക്ക്. നമുക്ക് ഇത് അവസാനിപ്പിക്കുന്നതോടുകൂടി ഇന്നത്തോടെ നിർത്തിക്കോണം. ഈ പേരും പറഞ്ഞ് ഇനി ആരും എന്നെ ശല്യപ്പെടുത്താൻ വരരുത്. അഞ്ജലി, ഇത് അവന്മാർക്ക് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം. എനിക്ക് വയ്യ ഇതിന്റെ ഇടയിൽ നിന്ന് തലവേന എടുക്കാൻ. ഞാൻ അവന്മാരോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്നത്തോടുകൂടി എല്ലാം അവസാനിപ്പിക്കണം എന്ന്. ദേ നോക്ക്, വീഡിയോ നിന്റെ മുമ്പിൽ വെച്ച് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യാം. ഇപ്പൊ വിശ്വാസമായോ? എടോ, 2 എണ്ണം പൊട്ടിച്ച അവന്മാരോട് ഈ പരിപാടി അവസാനിപ്പിക്കാൻ പറയാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല. പിന്നെ ഇതിന്റെ പേരിൽ തനിക്കൊരു പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ടാ. താൻ എന്നെ ഒന്ന് വിശ്വസിക്കി. കഴിഞ്ഞു, ഇന്നത്തോടുകൂടി എല്ലാം അവസാനിച്ചു. ചെല്ല് സമാധാനമായിട്ട് പോയി കിടന്നു. ചെല്ലടോ. വിളിച്ചിട്ടാണ് ഫോൺ എടുക്കണല്ലോ. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ അല്ല. എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ കാശ് മേടിക്കാൻ പോയി വേറെ കൂടി ട്രൈ ചെയ്തോന്നാ. കുറച്ച് നേരം ആയല്ലോ. അവനായതുകൊണ്ട് ചിലപ്പോൾ അതും ചെയ്യും. ഓ, അത് കേട്ടപ്പോൾ ഒരാളുടെ മോൻ മാറി. ഇതാണ് ഈ ആണുങ്ങളുടെ ഒരു കുഴപ്പം. എടാ, വെറുതെ അല്ലല്ലോ, നമ്മളെല്ലാരും കൂടി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തതല്ലേ. നമ്മളല്ല, അവൻ വിനയ്. ഓ, പ്ലാൻ ഉണ്ടാക്കിയത് അവനാണല്ലോ. പറയുമ്പോൾ എല്ലാം പറയണം. ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. നീ ആ കൊച്ചിനെ കറക്കിയെടുത്ത് വേണ്ടാത്ത ഒരു അലമ്പ് പരിപാടി കാണിച്ചു വെച്ച് അത് മൊത്തം അവനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിച്ചില്ല. നീ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് അവളുടെ ചെലവിലാണ് നമ്മൾ കഴിയുന്നത്. അല്ലെ തന്നെ നിനക്ക് അവളോട് ദിവ്യപ്രേമം തേങ്ങുന്നല്ലോ. അതെ, നീ അനാവശ്യം പറയരുത്. എനിക്കൊരു കുഴപ്പമില്ല. അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ. എടാ, നീ ആ ലൈൻ വിടുക കേട്ടോ. ഞാൻ കണ്ടത് അവൻ പറഞ്ഞപ്പോൾ എന്റെ മോൻ മാറി. സകലാലവലാതി പരിപാടികളുടെയും ബുദ്ധിസ്ഥിര കേന്ദ്രം മിസ്റ്റർ വിനയ് മിസ്റ്റർ വിനയ് ഗോപാലൻ പറയൂ. പോയി പൈസ മാറ്റി പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് സത്യം പറയണം. ഇത്രയും നേരം എന്തിരിക്കാ കാഫിർ? എന്താടാ, അവളുടെ കയ്യിൽ നീ പൈസ കഴിച്ചെടുക്കണ്ടേ? അവളാണെങ്കിൽ ഒരുമാതിരി കൂതര മേലോട്ടാ. അതൊക്കെ ഒരു സഹോദരനെ പോലെ ഞാൻ കേട്ട് നിന്നു.
പിന്നെ അവൾക്ക് കുറച്ച് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി അവളുടെ മുമ്പിൽ തന്നെ വെച്ച് ഫോണിലെ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വെച്ചു. എന്നിട്ട് സുഖമായി കിടന്ന് ഉറങ്ങിക്കോളൂ എന്നൊരു യാത്രയും പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ കുറച്ച് സമയം എടുക്കും. എടാ നീ ശരിക്കും ഡിലീറ്റ് ചെയ്താ? ആ ചെയ്തു. എന്തേ? ഒന്നുമില്ല, ചുമ്മാ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തു, ഒരു വീഡിയോ ഫോണിൽ എടുപ്പുണ്ട്. അവൾ ഇന്നെങ്കിലും സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങട്ടളിയാ. അല്ല ഇപ്പൊ എന്താ നമ്മുടെ പ്ലാൻ? ഇന്നത്തോടെല്ലാം അവസാനിപ്പിക്കുന്നല്ലേ നീ പറഞ്ഞേ? അളിയ വണ്ടി കയറ്, എന്നിട്ട് തീരുമാനിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാൻ? നമ്മുടെ ആവശ്യത്തിലധികം പൈസ ഉണ്ട്, നമുക്ക് എവിടെയെങ്കിലും പോവാം. നമുക്ക് ഇങ്ങനെ ഒരു ഫിക്സഡ് ഡെസ്റ്റിനേഷൻ ഒന്നും വേണ്ട. നമ്മളെല്ലാവരും പോകുന്നു, എവിടെയെങ്കിലും ഒക്കെ എത്തട്ടെ. അതും കറക്റ്റ്. ബാ വണ്ടി എടുക്കണം. ബോർഡ് കണ്ടില്ലേ? ക്ലോസ് ചെയ്തു. അല്ല നിങ്ങൾ രണ്ടാളാകത്തില്ലേ? ഞങ്ങൾ കൂടി ഒന്ന് കൺസിഡർ ചെയ്യും. ഞങ്ങൾക്ക് അർജന്റായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. കേൾക്കും. ഒന്ന് നിർത്തിക്കൊറേ. എവിടെയാ? ഇവിടെ. എന്താണ് മാഡം, വണ്ടി ശരിയാവുന്നില്ലേ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? If you want any help, we are ready for any services, madam. എന്താണ് മോളെ? എന്നെ കൊള്ളാലിയാ, കുറേ പിടിച്ചാലോ? പിടിച്ചാലോ? പുതിയ ഏണിയൊന്നും എടുക്കണ്ട. പോ വണ്ടി എടുക്കും. ഓ വേണ്ടെങ്കിൽ വേണ്ട. വീടങ്ങനെ വീഡിയോയുടെ കാര്യത്തിൽ എന്താ തീരുമാനം? ആലോചിക്കാം, സമയമുണ്ടല്ലോ അല്ലേ? അപ്പോൾ അത് വിടാൻ പ്ലാൻ ഇല്ലല്ലേ? എടാ ഇത്രയും പൈസ കിട്ടിയില്ലേ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? അളിയാ 5-6 മാസത്തേക്ക് നമ്മളൊരാൾ ഈ പരിസരത്തേക്ക് വരുന്നില്ല. അത് കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. അന്നേരവും നമ്മുടെ കയ്യിൽ 5 പൈസ ഇല്ലാതെ നമ്മളിങ്ങനെ ഒന്നും തെറ്റിരിക്കുവാണെങ്കിൽ നമുക്ക് ഇതിനെ പറ്റി ആലോചിക്കാം. അത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്കിത് ഇത്ര സേഫ് ആയിട്ടുള്ള പരിപാടിയായിട്ട് തോന്നി. ആ കൊച്ചി ഇതിന്റെ പേര് എന്തെങ്കിലും എഴുതി വെച്ച് വേണ്ടാത്ത വല്ലതൊക്കെ കയറി ചെയ്താൽ നമ്മളൊക്കെ പെടും. അത് വിട്, അത് ഞാൻ അവൾ പണ്ടാ ചെയ്താണ്. നല്ല പിന്നെ എടാ മോനെ, ആ വീഡിയോ ഒന്ന് കാണും. പെട്ടെന്നൊരു ആഗ്രഹം, ആ ഫോൺ കൊടളിയാ. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് കാണാൻ പാടില്ലെന്നൊക്കെയാണ്. തോമസിന് എന്താ മുതല്? മോനെ വിജയ്, നീ എത്ര അങ്ങോട്ട് പോരട്ടോ. തീരെ ആത്മാർത്ഥമില്ല. ഇനി നീ പറ, ഡിലീറ്റ് ചെയ്യണത് എന്തിന്? ഇതിപ്പോ ഏത് കുരിശാണാവോ? ഇത് ചെറിയ കുരിശൊന്നുമല്ല, ഈ കുരിശ് വലുതാ. നീ എന്താ വിളിച്ച ഫോൺ എടുക്കാതെ? നിന്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയാലോ. അത് എന്നെ കൊണ്ട് പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ എന്തിനാ വെറുതെ ഫോൺ എടുത്തുള്ള സമയം കൂടി കളയുന്നത്? ഇത് എപ്പോഴത്തെയും പോലെയല്ല, നിന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു സ്കീമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നീ വിചാരിച്ച് നടക്കും? പ്ലീസ്. കണ്ട പെൺപിള്ളേരുടെ പുറകെ നടന്നവർ പൊല്ലാപ്പ് ഒപ്പിച്ച് വരും. അത് തീർക്കാനുള്ള സഹായ മനസ്ഥിതി തൽക്കാലം എനിക്കില്ല. ജാസ്മിൻ, നീ അങ്ങനെ പറയല്ലേ. ഇപ്പൊ അവൾ പറയുന്ന ഈ ലാസ്റ്റ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഇതിന് തലയൂരാം. നിനക്കറിയോ ഞാൻ മനസ്സമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായിരുന്നു? ജാസ്മിൻ, ജാസ്മിൻ അവൾ ആദ്യം കണ്ടപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവളെ സൂക്ഷിക്കണമെന്ന്. നിന്നെ പോലുള്ള മണ്ടന്മാരെ ട്രാപ്പ് ചെയ്ത് കയ്യിലുള്ള കാശ് ഊറ്റിയെടുക്കുക, അത് തന്നെയാണ് അവളുടെ പ്ലാൻ. അതിന് പോയി നൈസായിട്ട് തല വെച്ച് കൊടുക്കുകയും ചെയ്തു. നമ്മൾ തമ്മിൽ തർക്കിച്ച സമയങ്ങളുണ്ട്. ഒരു വഴിയുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ കളക്ഷനാണ്. എന്തിനാ ജാസ്മിൻ? ഞാനത് എടുക്കുക. എന്നിട്ട് നീ പറഞ്ഞാൽ മതി, ഒരുത്തം വന്ന് കട അറ്റാക്ക് ചെയ്ത് കാശ് എടുത്തുകൊണ്ട് പോയി. കൊള്ളാം, നല്ല ഐഡിയ. എല്ലാവരും എളുപ്പത്തിൽ വിശ്വസിക്കും. എന്റെ ജോലിയും പോവും, മോഷണത്തിന് സഹായിച്ചെന്ന് പറഞ്ഞ് ജയിലിലും കിടക്കാം. വിശ്വസിക്കുന്ന രീതി ചെയ്താൽ പോരെ. അഥവാ നീ പിടിച്ചാൽ നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? തൽക്കാലം എനിക്ക് വേറെ വഴിയില്ല ജാസ്മിൻ. അത്യാവശ്യം ചെറിയ മുറിവുകൾ നിനക്കുണ്ടാവും. പിന്നെ ഈ കടത്തിൽ ചില കേടുപാടുകൾ. നീ ഒന്ന് സമ്മതിക്കുക ജാസ്മിൻ, പ്ലീസ്. നീ കൂടുതലൊന്നും ആലോചിക്കല്ലേ. ബോർഡ് കണ്ടില്ലേ? ക്ലോസ് ചെയ്തു. അല്ല നിങ്ങൾ രണ്ടാളാകത്തില്ലേ? ഞങ്ങളും കൂടി ഒന്ന് കൺസിഡർ ചെയ്യും. ഞങ്ങൾക്ക് അർജന്റായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. സോറി. എന്താണ് മാഡം? പ്ലീസ് വാങ്ങിച്ചിട്ട് പോട്ടെ. കേറിക്കോ. വേഗം വേണം.
ഡ്യൂപ്ലിക്കേറ്റ് ആരാ ഡേറ്റ് നീ ആ CCTV ഒന്ന് ഓഫ് ചെയ്യ്. ഞാൻ അവിടെ ഇരിക്കാം. ആ 480. റേറ്റ് ഇത്തിരി കൂടെ അല്ല. ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ ഇനിയും ആൾക്കാർ കയറി വരും. എടാ നീ ഞാൻ പറയണ കേക്ക്, ഇത് വേണ്ട, പ്രശ്നോ. നീ കുറച്ച് ദിവസം അവിടെ എന്തെങ്കിലും പറഞ്ഞ് നിർത്ത്, നമുക്ക് അപ്പോഴേക്കും പൈസ അറേഞ്ച് ചെയ്യാം. അതൊന്നും നടക്കില്ല, നീ പറയാൻ എനിക്ക് ജാസ്മിൻ. ലൈറ്റ് ഓഫ്. പറഞ്ഞു തന്നില്ല. എടാ അവള് വരുന്നുണ്ട്. വാ വന്നേ. പൈസ മുഴുവൻ മേടിച്ച് കൊണ്ടുപോകാൻ ഒരുത്തി. കാശിന് ആവശ്യം വരുമ്പോൾ കറങ്ങി തിരിഞ്ഞ് വരുന്നതോ എൻ്റെ അടുത്ത്. എന്തായി പൈസയുടെ കാര്യം? ഓക്കെ ആയോ? ഒരു അരമണിക്കൂർ ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യും. നീ വാ. നിന്റെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. പൈസ റെഡിയാണ്, ഞാൻ തന്നെ വിളിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഇന്നത്തോടെ എല്ലാം അവസാനിക്കും. പിന്നെ കാശ് കിട്ടിയ ശേഷം നിന്റെ കയ്യിലുള്ള ഒരു ഫോട്ടോസ് ഉണ്ടാവരുത്. ഇതെന്തായാലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാൻ എനിക്കില്ല. അതിനാ നല്ലത്. ഞാനിവിടെ നേതാജി റോഡിൽ കാണും. ശരി, വിട്ടോ. നീ കരുതിയിരുന്നോ അവള് പോയത് കണ്ടില്ലേ? ഇതിങ്ങനെ തന്നെ പോയാ നിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമാവും. ഇതിലുള്ള പൈസ എവിടെ? ഇതിലുള്ള കാശ് എവിടെ? തുറിച്ചു നോക്കണ്ട, ഇതാ കളക്ഷൻ മൊത്തം ഉണ്ട്. ഇനി ഇവിടെ ഒരു റോബർ തന്നെ ഫീൽ ഉണ്ടാക്കണം. എന്ത് ചെയ്യാനാ? നീ എന്താ സോറി ജാസ്മിൻ, നിന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചത്. നീ പറഞ്ഞ കാര്യം ശരിയാ, അവളെന്നെ ട്രാപ്പ് ചെയ്തതാ. പക്ഷെ ഞാൻ അവളെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ. പക്ഷെ നമ്മൾ സ്നേഹിച്ചവരൊന്നും തിരിച്ച് നമ്മൾ അതേ ആളെ സ്നേഹിക്കണമെന്നില്ലല്ലോ. ശരിയാ. ഒന്നുകൂടി ഉണ്ട്, നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ സ്നേഹം തിരിച്ചറിയണമെന്നില്ല. നീ കൺട്രോൾ റൂമിൽ വിളിച്ച് പോലീസ് അറിയിക്കും. അല്ല ഞാൻ പറഞ്ഞ പോലെ. ഹലോ, കൺട്രോൾ റൂം. ഹലോ, നീ എവിടെ പോ? എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. നീ ജോമോനെ കണ്ടിരുന്നോ? ജോമോനെയോ? ഞാനെന്തിനാണ് കാണുന്നത്? അപ്പൊ നീ ജോമോനെ എൽസയെ ഒരുമിച്ച് അവിടെ വെച്ച് കണ്ടില്ല? നീ കാര്യം എന്ന് വെച്ചൊന്ന് കൃത്യമായിട്ട് പറ. ഞാൻ വാട്സാപ്പിൽ ഒരു ഓഡിയോ വെച്ചിട്ടുണ്ട്, നീ അതൊന്ന് കേട്ടു നോക്ക്. ഹലോ ഹലോ നീന, ഒരു ചെറിയൊരു പ്രശ്നം. എന്നെ ജോമോനെ കൂടി ആശിക്ക് വഴി വെച്ച് കണ്ടു. അവർ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്ക് അറിയാലോ. അതെനിക്കൊരു ടെൻഷൻ. ജോമോനെ എന്നെ ഒരുമിച്ച് കണ്ടതുകൊണ്ടാ. എന്നാലും എനിക്കൊരു പേടി. അവരെങ്ങാനും ജോമോനെ വീണ്ടും കണ്ടാ ജോമോ വിളിക്കുന്നുണ്ട്. എല്ലാം ഞാൻ നേരിട്ട് പറയാം. എൽസ,
എൽസ എൽസ ഹലോ പറ. അപ്പൊ വേണമെന്ന് വെച്ചാൽ ഫോൺ എടുക്കാനും അറിയാം വരാനും അറിയാം അല്ലേ? അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ആവശ്യങ്ങളാണല്ലോ മനുഷ്യനെ കൊണ്ട് ഓരോന്ന് ചെയ്യുന്നത്. ശരി, അതൊക്കെ വിട്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നീ പറഞ്ഞതിൽ നിന്ന് 1 രൂപ പോലും കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ പിന്നെ സമയം കളയണ്ട, അതിങ്ങ് തന്നേക്ക്. അതൊക്കെ തരാം. അതിനുമ്പ് നമുക്കൊരു തലമുറ പോട്ടുതരാം. എങ്ങോട്ട്? അതൊക്കെ പറയാം. എന്തായാലും നീ ഡിമാൻഡ് ചെയ്ത പൈസ മുഴുവൻ കിട്ടാൻ പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. നീ വാ, വണ്ടി കയറി. ഓക്കെ, പക്ഷെ പെട്ടെന്ന് തിരിച്ചാക്കണം. ഓക്കെ, 2 മിനിറ്റ്, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. എൽസ, എന്താ ഈ അസമയത്തുള്ള കറക്കവും കമ്പനി ഉള്ളിൽ ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അതിനിപ്പോ സമയം അധികമൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. നിനക്ക് സമയം ആയിരിക്കത്തില്ല, എന്നാൽ ഞങ്ങൾക്ക് അങ്ങനല്ല. സി, ഒരു തർക്കത്തിനുള്ള സമയം എനിക്കിപ്പില്ല. നിന്നോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. വേഗം കൊണ്ട് വിടുവല്ലോ അല്ലേ? വിടാന്ന് ഞാൻ പറഞ്ഞല്ലോ, നീ കയറി. നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഇവിടെ അടുത്ത് തന്നെ, പെട്ടെന്ന് തിരിച്ചു. അവൾ ഇങ്ങോട്ട് പോയതാ? പറഞ്ഞില്ല. ഓ, അപ്പോൾ നന്നാവാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല. നമ്മൾ ഈ മാറ്റർ എത്ര വട്ടം ഡിസ്കസ് ചെയ്താ? ഈ മാറ്റർ വീണ്ടും ഡിസ്കസ് ചെയ്യണം. ഇവിടെ ആർക്കാണ് ഇത്ര ഇൻട്രസ്റ്റ്? ഈ കാലത്തിനിടയ്ക്ക് അവൾ എന്തുമാത്രം പുലിവാരികളും പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കെട്ടിച്ചുവിട്ട് തലയിൽ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ കൊള്ളാവുന്ന ആരെങ്കിലും കെട്ടാൻ വരണ്ടേ? എല്ലാം ശരിയാക്കാം, നീ ടെൻഷൻ ആവാതെ. സത്യം പറയാനോ, അവൾ നന്നാവുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് എന്തായാലും ഇല്ല. പിന്നെ ഒരൊറ്റ കാര്യം മാത്രം, വലിയ കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്താൽ എല്ലാവരും കൊള്ളാം. അവസാനം ബാക്കിയുള്ളവരുടെ ജീവിതം കൂടെ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കി വെക്കരുത്. പക്ഷേ അയാൾക്ക് വഴിമധ്യേ പടയാളികളെ നഷ്ടപ്പെട്ടു, ആയുധങ്ങൾ നഷ്ടപ്പെട്ടു. ജീവിതത്തിന്റെ മുമ്പിൽ തുറച്ചു നോക്കി നിൽക്കുകയാണ്. നീ എന്തായി നോക്കുന്നത്? കാറിന്റെ കീ. അതെന്തിനാ അലവരെ നോക്കുന്നത്? അത് ഞാൻ ഇവിടെ വെച്ച് മറന്നു. ഈ പാതിലേക്ക് കാറെടുത്ത് ഇങ്ങോട്ട് പോവാ. ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ആ കീ ഒന്ന് താ പ്ലീസ്, എനിക്ക് അർജന്റ് ആയിട്ട് പോണം. നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, ആ കീ ഒന്ന് താ പ്ലീസ്. എന്താണ് മാഡം, വണ്ടി ശരിയാവുന്നില്ല? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? If you want any help, we are ready for any services, madam. എന്താ മോളെ? മോളെ വന്നേ. എത്ര നാളെ നിന്നെ കണ്ടിട്ട്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. എന്തായി പൈസയുടെ കാര്യം? ഓക്കെ ആയോ? ഒരു അരമണിക്കൂർ ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാം. നിനക്കറിയാലോ എൻ്റെ പ്രശ്നങ്ങൾ. ഐ ഹാവ് ലോട്ട് ഓഫ് ലൈബിലിറ്റീസ്.
നിനക്ക് എന്നെ വിശ്വാസമില്ലല്ലേ? വിശ്വാസത്തിൻ്റെ ഇല്ല, എനിക്കെല്ലാം അറിയാം. അതെ, നീ ഇപ്പോൾ ജോമോനെ കാണാറില്ലേ? നീയല്ലേ അവനായിട്ട് ഇപ്പോൾ കമ്പനി? ഏയ്, ഞാനിപ്പോൾ കണ്ടിട്ട് കുറച്ചായി. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഹീസ് എ ഫ്രോഡ്. എൻ്റെ കൂടെ പൈസ അവൻ കാരണം പോയതാ. അവൻ എൻ്റെ കൈ കിട്ടും. ഒന്നൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ഹലോ 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 നീന, എടി ചെറിയൊരു പ്രശ്നം. എന്നെയും ജോമോനെയും കൂടി ആശയ്ക്ക് വഴി വെച്ച് കണ്ടു. അതിനിപ്പോ എന്താ? അവർ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്ക് അറിയാലോ. അതെനിക്കൊരു ടെൻഷൻ. ജോമോനെ എന്നെ ഒരുമിച്ച് കണ്ടതുകൊണ്ടാ. അപ്പൊ നീ നേരത്തെ പറഞ്ഞത് അവരുടെ പ്രശ്നത്തിൽ നീ ഇല്ലാന്നല്ലേ? അതൊക്കെ അതെ, പക്ഷെ എന്നാലും അവൻ ഞങ്ങളെ കുറെ നേരം ഫോളോ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഏതൊക്കെ വഴിയിലൂടെ അങ്ങ് പോയി. നീ എന്നിട്ട് ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ വീട്ടിലെത്തി. ജോമോനെ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. അപ്പൊ പിന്നെ പ്രശ്നം കഴിഞ്ഞില്ലേ? അതെ, എന്നാലും എനിക്കൊരു പേടി. അവരെങ്ങാനും ജോമോനെ വീണ്ടും കണ്ട ഡി ഐ കോൾ യു ബാക്ക്. ദേ ജോമോ വിളിക്കുന്നുണ്ട്. ഇവളെന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു? എവിടേക്കാ? പോവാ. ചേട്ടൻ വണ്ടി എടുത്തോ, ഞാൻ പറയാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ചേട്ടൻ വണ്ടി സ്പീഡ് വിടും. എന്നാടാ എല്ലാം ഞാൻ നേരിട്ട് പറയാം. ഓക്കെ ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ പറ. ഞാൻ എം കെ റോഡിൽ. എന്താ പ്രശ്നം എന്ന് പറ. ഞാൻ അങ്ങോട്ട് വരാം. ഇവളിനിപ്പോൾ എന്ത് കോപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സിനിമാക്കാരോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യാ. എന്നാലും സാധാരണ ചോദിക്കാം, എന്തായി അടുത്ത സിനിമ? എഴുത്ത് നടക്കുന്നുണ്ടോ? പൈസ ഇന്റർവെൽ വരെ എത്തി.
അറിയാലോ, ബാക്കി കൂടി കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും. ഒരു കളർ പടം എടുക്കും സാറേ, നമ്മുടെ രാജമാണിക്കോ പിന്നെ ലാലേട്ടൻ്റെ മറ്റേ ചോട്ടാൻ ബേക്കപ്പോൾ. ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഈ പടത്തിന്റെ കഥ വേറൊരു മൂടാണ്. ഒറ്റ രാത്രി നടക്കുന്ന ഒരു കഥ. ഒരു രാത്രി നടക്കുന്ന കഥ, അത് കൊള്ളാം. ഏതായാലും ഇത്ര വരെ നന്നായിട്ട് വന്നില്ല സാറേ. ഇൻട്രോല്ലോ ധൈര്യമായിട്ട് ബാക്കി കൂടെ നന്നായിട്ട്. ഇവിടെ നൈറ്റ് ഔട്ടുമായിട്ട് ആശയാണ് കൂടുതലുള്ളത്. സ്റ്റേറ്റ് ചൊന്നിച്ച് സംഗതി ഹോട്ടാണ്. Call me crazy for the way I want you, baby. We could sip a wine tonight, just breathe for a little while. എന്താ നോക്കട്ടെ, ഒന്നും ഉണ്ടായിരുന്ന നോക്കട്ടെ ആദ്യം. നിനക്കാണല്ലോ ഏറ്റവും കുഴപ്പം. ഞാൻ എന്ത് താങ്ക് ചെയ്തിട്ട് ഇവൻ ആകാശത്തേക്ക് നോക്കി വണ്ടി ഓടിച്ചിട്ട് ഫോൺ ആർക്കെങ്കിലും കിട്ടിയ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അങ്ങോട്ട് പോയി തിരിച്ചെടുക്കണം. അത് പ്രശ്നമാണ്, അങ്ങനെ പോലെ ഞാൻ പറഞ്ഞേക്ക്. അത് കറക്റ്റാണ്, അങ്ങോട്ട് പോകണം. എന്ത് പ്രശ്നം? എനിക്കാണ് പ്രശ്നം. ഒരു കൊച്ചിന്റെ ജീവിതമാണ്. മറ്റടുത്ത ജീവിതം വന്ന് വണ്ടി കയറണം. പൈസ ഒരു കുഴപ്പമില്ലാണല്ലോ. പേടിയുള്ളവരെ ഞാൻ പോകണം. അവൻ എവിടേക്കെങ്കിലും പോട്ടെ, വന്ന് വണ്ടി കയറടാ. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കുറച്ച് ബ്ലഡ് പോയി വെച്ച് നീ ചത്തൊന്നും പോകത്തില്ല. അടങ്ങിയിരിക്കണം. നിന്റെ ചോരയാണ് എന്റെ ചോര നടക്കും. ഇടിച്ച് പെണ്ണിന് വല്ലതും പറ്റുമെന്ന് ചിന്തിച്ചു നോക്കി. എടാ എന്താ പറ്റാണ് കൂടി പോയി ചത്തോടും. കൊള്ളാലോടാ. എന്താ സംഭവം സാർ? വണ്ടി ഇടിച്ച കുറച്ച് പിള്ളേർ സെറ്റായി. തങ്ങ വണ്ടിയുടെ നമ്പർ കിട്ടിയോ? ഇല്ല സാർ. നിനക്ക് ഈ കൊച്ചിനെ അറിയാം സാർ. ആ കോച്ചി സാർ കണ്ടോളം വിളിച്ചു സാർ. ഈ കൊച്ചിനെ പിന്നെ അറിയൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഞാൻ നിന്നെ തന്നെ നോക്കി ഇറങ്ങിയതാ. എന്തായാലും നീ കറക്റ്റായിട്ട് മുമ്പിലും ചാടി. പ്ലാൻ ചെയ്യുമ്പോഴത്തേനും നിനക്കൊക്കെ പ്ലാൻ ചെയ്യണ്ടടാ. ആ കൊച്ചാണെങ്കിൽ പാവം CCTVയുടെ കാര്യം നമ്മൾ പറഞ്ഞു. നിനക്കെങ്കിലും തോർത്തുണ്ടായിരുന്നു. അപ്പോഴേ ചാർജ് രണ്ടെണ്ണോ, ഒരെണ്ണം റോബറി, മറ്റേത് സെക്ഷൻ 25 ആംസ്. ലൈസൻസ് ഇല്ലാതായതും കൈവശം വെച്ചത്. നിന്റെ ടൈമേ നല്ല ബെസ്റ്റ് ടൈമാ. ചെന്ന് മണിക്കറ എന്നാലാ CCTV. ശേ ഓക്കെ സാർ. ഓക്കെ ശരി സാർ. സാർ DH റോഡിൽ ഒരു ആക്സിഡന്റ്. കൂടുതൽ ഡീറ്റെയിൽസ് പിടിയില്ല. ഏതൊരു ഓട്ടോക്കാർ ഇൻഫോം ചെയ്യുന്ന പറയാം. ഇതിന് ഞാൻ തന്നെ പോകാം. വേറെ ആരെങ്കിലും പോകാൻ? അല്ല സാർ, അത് നമ്മൾ പണി ചെയ്താൽ പോയല്ലോ. പോവാം. ഇവിടുത്തെ ആരും ബെന്നി ടീമെത്തും. കോശി ഫയർ ഫയൽ ഇവന്റെ തോക്കിന്റെ സോഴ്സും കൂടി അന്വേഷിക്കണം. ശരി സാർ. ആ പിടിച്ചിട്ട് വണ്ടി വന്നിട്ടോ? അതറിയില്ല, പക്ഷേ ഈ സ്പോട്ടിൽ നിന്ന് ഏതോ ഒരുത്തനെ പൊക്കിയിട്ടുണ്ട്. സാറേ എന്ത് പറ്റിയതാ? അത് ഒരു ആക്സിഡന്റ്. കരിടണെങ്കിലും ഓ ആൾ സ്പോട്ടിൽ തീർന്നു.
അമ്മക്ക് ആക്സിഡന്റുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ആൻഡ്രൂ പറടാ. റൂമിലല്ല, റൂമിലോട്ട് പോകുന്ന വഴിയാ. കൂടെ ആരുണ്ടാവാൻ? ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ദാരിദ്ര്യമാണ് ദാരിദ്ര്യം. നിന്റെ ഒരു സഹായം വേണം. പറ. എൻ്റെ ഒരു ചങ്ങായിണ്ട് ആഷിഖ്, ഓനെ നമുക്കൊന്ന് രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്താൻ ഞാൻ ആരാ ദൈവോ? ഞാൻ നിന്റെ നമ്പർ കൊടുക്കട്ടെ. നമ്പർ കൊടുക്ക്. വിളിക്കുമ്പോൾ എൻ്റെ മൂടും പിന്നെ അവൻ്റെ യോഗം പോലെ ഇരിക്കും ബാക്കിയൊക്കെ. എനിക്കൊരൊപ്പം പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റേ കാര്യം എന്തായി? അത് നീ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളി, നമുക്ക് നേരിട്ടൊന്നിരിക്കാം. എന്നാ ശരി. ശരി, പിന്നെ വിളിക്കാം. പറ. ഇന്ന് രാത്രി തന്നെയോ? അവരടുത്ത ആഴ്ച എന്നാ പറഞ്ഞേ? എന്ത് പ്രശ്നം? ഞാൻ എം കെ റോഡിൽ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറ. ഞാൻ അങ്ങോട്ട് വരാം. അല്ല, ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ എന്തോ വന്ന് ചാടി, വല്ല പട്ടിയോ മറ്റോ ആണോ എന്നൊരു ഡൗട്ട്. കാണാനൊന്നുമില്ല. ഇറങ്ങണ പോലെ നമുക്ക് ഈ ചേട്ടയുടെ പ്രശ്നം നോക്കാം. പട്ടി തന്നെയാണ് നോക്കണം. ഹലോ ചോക്കട്ടെ, ഇത് പെട്രേറ്റൻ. ഈ വണ്ടിയുടെ മുതലേ ചോക്കട്ടെ. ഞങ്ങൾ രാത്രി വെച്ച് ഒന്ന് കറങ്ങാറുണ്ട്. ഞാൻ എന്തുണ്ടായിരുന്നു നോക്കട്ടെ. ചേട്ടാ അവിടെ അല്ല, അവിടെ നോക്കാം. ചേട്ടൻ്റെ പേര്? പട്ടിയാണെങ്കിൽ ഇവിടെ കാണണ്ടല്ലേ. ചേട്ടൻ്റെ വീട് എവിടെയാ? വീട് ഇവിടെ. അല്ല ചേട്ടാ, ഇവിടെ ഒന്നും കാണുന്നില്ലോ. ചേട്ടാ സമയം കളയണ്ട, ചേട്ടൻ വിട്ടോ, ഞാൻ നോക്കിക്കോളാം. അല്ല എന്നാലും ഇതെന്തൊരു മാജിക്ക്, ഒരു പിടി കിട്ടുന്നല്ലോ. അല്ല ചില്ലുകൂട്ടിയുള്ളൂ, ഫോണത്തിന് കണിയും. ചേട്ടൻ പൊക്കോ, ഞാൻ ഡീൽ ചെയ്തോളത്. അതെ നോക്കെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ പോലീസുകാരെ വിളിച്ചേക്ക്. അല്ലെങ്കിൽ എത്രമാര് പിന്നെ അറിഞ്ഞു വിളിച്ചു വന്നു കഴിഞ്ഞാൽ വൻകണിയാ. ചേട്ടാ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ 100 കൂട്ടം കേസുമായിട്ട് ഇറങ്ങാം. ശരിയാണ്, പക്ഷേ ഈ ഇൻഷുറൻസ് ക്ലെയിം കിട്ടണമെങ്കിൽ ഈ ഡി കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. എനിക്കത് പോകണം. അതാണ്
ചേട്ടനെ വിളിക്കട്ടാ. ഫോണേ ഫോൺ ബാറ്ററി തീർന്നിട്ട് ചാർജ് ചെയ്തിട്ടില്ല. ആ അത് വാക്ക് പറഞ്ഞ പോലെ എൻ്റെ എല്ലാ ആയിരം ഫോണിൽ കളിക്കും പോകണം. വിളിച്ചു വേണ്ടേട്ടാ. ഇത് ബിന്ദു ചേച്ചിയാണല്ലോ. എന്തോ ഈ നേരത്ത് എന്താ ചേച്ചി? ആ അയ്യോ എന്തോ ചേച്ചി? ആ ഞാൻ തെറ്റി. ജോടാ വാ. വീണ്ടും എടുത്ത ചേച്ചിയാണേ. എന്തൊരാ സുഖേസാ. ഓടാ വാടാ. ഓക്കെ ചേട്ടാ. ചേട്ടാ ടെൻഷൻ അടിക്കണ്ട. സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു നോക്കാം കേട്ടോ. അതായത് ചേട്ടാ ലൈസൻസ് കൊണ്ടോ? കാണിച്ചേ. അപ്പൊ നിനക്ക് എന്താ സംഭവിച്ചെന്നൊരു പിടിയില്ലല്ലേ? ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. അപ്പം സംഭവിച്ച താൻ അടിച്ചിട്ടുണ്ടോ? എന്നോട് ഞാൻ അടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. വയറ്റി കിടക്കുന്ന പിക്കിനെ കണക്കൊക്കെ നമുക്ക് പിന്നെ നോക്കാം. വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുക, അതിനിടയ്ക്ക് ചെറിയൊരു മയക്കം. എന്താ സംഭവിച്ചതെന്ന് അണ്ണന് ഒരു പിടിയില്ല. പക്ഷെ എന്തിനും ഇടിച്ചിട്ടുണ്ട് അല്ലേ? വണ്ടിയിലേക്ക് രണ്ടെണ്ണത്തിന് കാര്യം അത് ഞാൻ പറയാം. താനേ ഇവിടെ വല്ല പട്ടിയോ പൂച്ചിട്ടോ നോക്ക്. അണ്ണൻ എന്തിനും ഇടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയാണ് ഇവിടെ കണ്ടു. സാറേ താമന്നേ ആടോ ജോലി എന്താ പറഞ്ഞേ? സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ. ആ അപ്പോൾ ഇത് കോട്ടയത്തുള്ള ഒരാളുടെ. സാറേ ഇവിടെ ഒന്നും കാണില്ല സാറേ. ഇതുപോലെ സംഭവം ഇതിനകത്തുണ്ട് അല്ല. തുറക്കാൻ ഞാൻ ഇത് പ്രത്യേകിച്ച് പറയണം. പറ്റിയ ആളൊന്നും ഞാൻ കണ്ടില്ല. അബദ്ധത്തെ പറ്റിയതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനകത്ത് കുത്തിത്തിരികെ വെച്ചേക്കുന്നത്? അല്ല കേസായാലോ? സൈമ സ്റ്റേഷനിലേക്ക് വിളിച്ചത് ആലോചിച്ച് വരാൻ പറ. നിന്നോട് ഞാൻ ആദ്യമേ ചോദിച്ചത് ഇതിപ്പോൾ നീ മനഃപൂർവ്വം ചെയ്തതാണ് ഞാൻ പറഞ്ഞ. സാറേ അറിയാതെ പറ്റിയാൽ ഞാൻ പറഞ്ഞില്ലേ. ഇനി സാറിന് ഇഷ്ടം പോലെ ചെയ്യുന്നാല്. ഇനി ഏതായാലും എൻ്റെ ഇഷ്ടത്തിന് നടക്കും. നീ വാ. സത്യം പറഞ്ഞാൽ സാറിനോട് വരുന്നോ? അത് ഞാൻ ആലോചിച്ചാൽ പക്ഷെ നീ പറഞ്ഞില്ല. നീ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വാ. ബാക്കി അവിടെ ചെന്നിട്ട് സൈമ ആ ബോഡി ഏതാ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ഇവനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നീ എന്തായി നോക്കുന്നത്? കാറിന്റെ കീ. എങ്ങോട്ടേക്കാ? അവള് തിരക്കാണോ? പിന്നല്ലാതെ അവളുടെ ശബ്ദം കേട്ടെന്തോ കുഴപ്പമുണ്ട്. എന്നാ പിന്നെ എന്തിനാ കീ കൊടുത്ത് വിട്ടേ? ഞാൻ പോയിട്ട് വരാം. എവിടെ കാണുന്ന വെച്ചാ അതും ഈ സമയത്ത്? അവള് സ്ഥിരം പോകുന്ന എവിടെയും കാണും. ഈ നേരത്തിന് പുറത്ത് പോണോ? ആ പോണം.
എൽസ 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 എൽസയാണല്ലോ. സത്യം പറയാനോ അവൾ നന്നാവുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. വലിയ കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നു എന്തെങ്കിലും ചെയ്താൽ എല്ലാവരും കൊള്ളാം. അവസാനം ബാക്കിയുള്ള ജീവിതം കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കി വെക്കരുത്. നീ എവിടെ ഇപ്പോ? എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. നീ ജോമോനെ കണ്ടിരുന്നോ? ജോമോനെയോ? ഞാനെന്തിനാ അവനെ കാണുന്നത്? അപ്പൊ നീ ജോമോനെ എൽസയെ ഒരുമിച്ച് അവിടെ വെച്ച് കണ്ടില്ല? നീ കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറ. എന്തായി അവിടെ പറഞ്ഞ പൈസ മുഴുവൻ ഉണ്ടല്ലോ അല്ലേ? അപ്പം പൈസ മുഴുവൻ കൊടുത്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചല്ലേ? അതിപ്പോൾ സെറ്റിൽ ചെയ്തല്ലേ പറ്റൂ. പക്ഷേ കൊടുക്കണോ വേണ്ടെന്നുള്ളത് ഇതിനു മുമ്പ് പല പെണ്ണുങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും നമ്മളാരും പൈസ കൊടുത്തല്ല ഡീൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നീ. ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, നീ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യും. അവളുടെ ശല്യം ഇന്നത്തോടുകൂടി തീരും. അവൾ ലിമിറ്റ് ക്രോസ് ചെയ്ത് തുടങ്ങി. നോക്കി ചെയ്യും. വേണ്ട ഒരു രക്ഷയും എന്തെങ്കിലും
വേഗം കൊണ്ട് വിടുമല്ലോ അല്ലേ? വിടാന്ന് ഞാൻ പറഞ്ഞല്ലോ, നീ കയറി. എന്താണ് നോക്കുന്നത്? കേറാ. പോയി വീഴോ. എന്തായാലും ഫോൺ കിട്ടിയില്ലേ? അത്രയും സമാധാനമില്ലേ? സമാധാനം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പോലീസ് നമ്മളെ പറയണമെന്ന് ഉറപ്പാണ്. എല്ലാം ഒപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലേ? ചെയ്തല്ലോ. എന്തായാലും ആൾ മരിച്ച സ്ഥിതിക്ക് കേസ് നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് ഉറപ്പാണ്. ഇതിനെ പറയുന്നത് തീരാൻ ഇന്നത്തോടുകൂടി നമ്മൾ എല്ലാവരും കാര്യത്തിൽ ഒരു തീരുമാനം. എന്ത് തീരുമാനം? അകത്തായ പുറത്തിറങ്ങും. പിന്നെ ആരും മാന്യമാരാണെന്ന് കേട്ടിട്ട് എല്ലാവരും കൂടി ഒപ്പിച്ച് പണിയല്ലേ? എല്ലാവരും കൂടി ഒരുമിച്ച് പണി വാങ്ങാം കേട്ടാ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അത് പോലീസിന്റെ കൈപ്പെടാൻ അങ്ങനെ രക്ഷപ്പെടാം. എന്നിട്ട് മതി ഹോസ്പിറ്റലിലേക്ക്. ഇതെന്തൊക്കെയാ കാണിക്കുന്നേ? എവിടെയായിരുന്നു ഇത്ര നേരം? അത് എന്നായി കത്തിച്ചേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. അവളോട് എൽസ, അവളെ അന്വേഷിക്കുകയാണ് നിങ്ങൾ പുറത്തു പോയത്. ഇപ്പൊ തിരികെ വന്നിട്ടൊന്നും പറയുന്നില്ല. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ, ഞാൻ വിശദമായിട്ട് പറയാം. സാറേ, എനിക്കൊരു ഫോൺ ചെയ്യണം. നിനക്കിനി ഞാൻ ഫോണും തരണം അല്ലേ? സാറേ, ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരേ കോൾ ആണോ പെണ്ണോ? ഓ, അപ്പൊ പെണ്ണാണ് കേസ്. ഇനി ഞാൻ കാരണം വഴി കിടന്നാലും ബുദ്ധിമുട്ടുണ്ട്. നമ്പർ കിട്ടുന്നില്ലല്ലോ. ഇനി നമുക്ക് സ്റ്റേഷൻ പോയിട്ട് വാ, നടക്കടാ.
അവളിനി എവിടെ പോയി തപ്പും? അവിടെയാണ് വിളിച്ചേ. കറക്റ്റ് സമയത്ത് വിളിച്ചേ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പോയിനി. വിളിക്കണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ ആലോചിച്ചപ്പോൾ രാവിലെ എന്തായാലും നേരത്തെ ഇറങ്ങും. മോൻ്റെ സ്കൂളിൽ പോകണം. ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. ഞാനിവിടെ കുറച്ച് മുന്നേ ഓട്ടം കൊണ്ട് വിട്ടേ ഉള്ളൂ. നിനക്ക് ഞങ്ങൾ ആണുങ്ങളെന്ന് പറഞ്ഞാൽ കാശടിച്ച് മാറ്റാൻ മാത്രമുള്ളൊരു മാർഗ്ഗം അല്ലടി. പിന്നെ നിന്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ ഞങ്ങൾ ആണുങ്ങളില്ലെന്ന് എനിക്കറിയാം. നിന്റെ കംപ്ലീറ്റ് ഉടായ്പകൾ ഇന്നത്തോടെ തീരും. അതിനുവേണ്ടി തന്നെയാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. യു ഫക്കിംഗ് സ്ലാട്ട്. അർജന്റായിട്ട് പോണം. എങ്ങോട്ടേക്കാ? അവിടത്തേക്കാണോ? ഇതിനെല്ലാവരും അവളെ ശബ്ദം കേട്ടൊന്നും കുഴപ്പമില്ല. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? സത്യം പറയാൻ അവിടെ നന്നാവുന്ന പ്രതീക്ഷയൊന്നും എനിക്ക് എന്തായാലും വലിയ കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ എല്ലാവർക്കും കൊള്ളാം. അവസാനം ബാക്കിയുള്ളവരുടെ ജീവിതം കൂടെ പോലെ സിറ്റുവേഷൻ ഉണ്ടാക്കി വെക്കണം. ഹലോ 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 നീന, എന്നെയും ജോമോനെയും കൂടി ആശയ്ക്ക് വഴി വെച്ച് കണ്ടു. അവർ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്ക് അറിയാലോ. എവിടേക്കാ? പോവാ. ചേട്ടൻ വണ്ടി എടുത്ത് ഞാൻ പറയാം. ആ പറ. മുംബൈ പോകുന്ന കാര്യം കൺഫേം ആണെന്ന് പറഞ്ഞില്ലേ? അത് ഇത്തിരി നേരത്തെ ആക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ. അവരടുത്ത ആഴ്ച എന്നാ പറഞ്ഞേ? അതൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? വീഡിയോ ഒന്ന് കാണും. പെട്ടെന്നൊരു ആഗ്രഹം. എന്നെയും ജോമോനെയും കൂടി ആശയ്ക്ക് വഴി വെച്ച് കണ്ടു. എല്ലാം ഞാൻ നേരിട്ട് പറയാം. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ. എൽസ, ആൻഡ് വി ആർ അബൌട്ട് ടു വൈൻഡ് അപ്പ് ടുഡേയ്സ് എപ്പിസോഡ്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് വൈശാഖൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേനും നമ്മുടെ ചുറ്റിൽ എന്തൊക്കെ കാര്യങ്ങളല്ലേ മാറിയിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് ഷോ വൈൻഡ് ചെയ്യുന്ന സമയമായിരിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. എല്ലാവർക്കും ടാറ്റ ബൈ. സ്റ്റേ ട്യൂൺഡ് ടു മിസ്റ്ററി സഗറി ഹോട്ടാണ്. ആ ഭായി വണ്ടി ഇടി. ഇല്ല, സാധനം മിസ്സിങ്. ഹാജി പോലീസ് കസ്റ്റഡിയിലോ? ഏതാ ഹിറ്റ് ആൻഡ് കേസ്? ഞാൻ വിളിക്കാം ഭായി. അകത്ത് വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എടോ, വിലപിടിപ്പില്ലെങ്കിൽ ഞാൻ ഈ പാതിരാത്രി ഇവിടെ വരുമോ? എന്നാലും നിന്നെ സമ്മതിച്ചോ ചോട്ടാ. അതിൻ്റെ ഇടയിൽ നീ അതടിച്ച് പറ്റില്ല. അടിച്ചു മാറ്റിനും പടയിലേ ചേട്ടാ. അത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം എനിക്ക് തോന്നി, ഞാൻ എടുത്തു. ആ അതന്നെയാണ് പറഞ്ഞത്, അടിച്ചു മാറ്റിയൊന്നും. എടാ നമുക്ക് ഈ 10 രൂപ റോഡ് സൈഡ് കിടക്കുന്ന ഡൂപ്ലി സാധനം വേണ്ട, ടൗണിൽ നിന്ന് നല്ലത് മേടിക്കടാ. അത് മാത്രമല്ല, അതിനകത്തുള്ള വേറൊരു സാധനം കൂടി ഇഷ്ടപ്പെട്ടിരുന്നു. എന്ത്? ഇത് നായകനഹി ചോക്കുട്ടാ, എന്റെ പൊന്നു ചോക്കുട്ടാ, കർത്താവിനെ ഓർത്തരെ കൊലക്ക് കൊടുക്കരുത്. അതെന്തോ ഫോൺ വിളിച്ചെടുക്കാത്തത്? ആ ആയ്മൻ്റെ നമ്പർ അയച്ചു കൊടുക്കും. കൂട്ടിപ്പിടി രക്ഷപ്പെടുന്ന രക്ഷപ്പെട്ടു. നമുക്ക് അത്ര ചെയ്യാൻ പറ്റും. രക്ഷപ്പെടുന്നവരെല്ലാം രക്ഷപ്പെടണം. ഇപ്രാവശ്യം എനിക്കെതിരെ സാഹചര്യത്തിൽ
അതെ വിൻസെന്റ് ആണ്. എൽസ എൻ്റെ സിസ്റ്ററാണ് സാർ. എന്താ സാർ എന്തെങ്കിലും പ്രശ്നം? എന്താ ആലോചിക്കുന്നത്? ഞാൻ റേഡിയോയിൽ പറഞ്ഞെ പറ്റി ആലോചിക്കായിരുന്നു. ഈ രാത്രിയിൽ നമ്മളറിയാതെ എന്തൊക്കെ കഥകൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അതോ അതിപ്പോൾ ഈ രാത്രി മാത്രമല്ല, എല്ലാ രാത്രികളിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കഥകളും കഥാപാത്രങ്ങളും മാത്രം മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതം. Call me crazy for the way I want you, baby. We could sip a wine tonight, just breathe for a little while. Don't you hurry, better late than just be sorry. Pick up all the lines you chose to tell me when I was naive. Call me crazy for the way I want you, baby. We could sip a wine tonight, just breathe for a little while. Don't you hurry, better late than just be sorry. Pick up all the lines you chose to tell me when I was naive. Hustle and grind, trying to make it, baby. Fighting to survive these streets. Struggle is real, but we hope it did fade at the night that start. But we'll find a way out and find it far away. I'm not right to exist. And find a way to the light. We'll seize the day. We'll seize the death till we go on. മധ്യേ